I think I am very lucky to be born in Shantiniketan, and even my name was given by Rabindranath Tagore, you know. In those days, Shantiniketan was a very different kind of institution. Whatever I learned, I think it's because of Shantiniketan. കലാകാരന്മാർ കൊതിക്കുന്ന ടാഗോറിന്റെ ശാന്തിനികേതനിൽ വിരിഞ്ഞു വിടർന്ന മുല്ലപ്പൂ ചമേലി രാമചന്ദ്രൻ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ക്ഷണപ്രകാരം 1928 ചൈനയിൽ നിന്ന് ശാന്തിനികേതനിലെത്തിയ പ്രശസ്ത ചിത്രകാരൻ പ്രൊഫസർ താൻ യങ് ഷാന്റെ മകൾ. ഇന്ത്യയിലെ ചിത്രകാരന്മാരുടെ പട്ടികയിൽ ഏറെ പ്രമുഖൻ എ രാമചന്ദ്രന്റെ പത്നി. ചൈനീസ് ഛായങ്ങൾ കൊണ്ട് രാജ്യത്ത് ചിത്രരചന നടത്തുന്ന വിരലിലെണ്ണാവുന്നവരിൽ നിറങ്ങൾ പോലെ ചമേലിക്കുള്ള വിശേഷണങ്ങൾക്കും കുറവില്ല. 1940 ജനിച്ച ചമേലിയുടെ പഠനവും ജീവിതവും ശാന്തിനികേതനിൽ. ശാന്തിനികേതന്റെ പരിസരങ്ങളിലെ പച്ചപ്പിനോടിണങ്ങി അതിനെ പ്രണയിച്ച ചമേലിക്ക് ക്യാൻവാസുകളിലെ പ്രണയവും പ്രകൃതിയോട്. Watching the plants growing and flowering, so I started sketching, and the trees grew up and I painted them. So, and also I was reminded of the environment in Shantiniketan, which I loved so much. അധികമാരും വരയ്ക്കാൻ ശ്രമിക്കാത്ത കടലിന്റെയും തിരമാലകളുടെയും വിവിധ ഭാവങ്ങൾ ചായക്കോട്ടിലൊരുക്കാൻ ഏറെ ഇഷ്ടം. പൂക്കളും മരങ്ങളും നിറങ്ങളുമില്ലെങ്കിൽ പിന്നെന്തു വരാ. I wanted to paint ocean, and also the hillscape you usually imagine, the Himalayas, which are very high, and snow peaks and all that. ടാഗോറിന്റെ ശാന്തിനികേതനപ്പുറം സ്വപ്നം കാണാനൊന്നുമില്ല. ലോകം മുഴുവൻ അവിടെ ആ കോണിലെത്തും. പിൻകാലത്ത് ചമേലിയുടെ ജീവിത പങ്കാളിയായ എ രാമചന്ദ്രൻ വഴി പരിചയപ്പെട്ട കേരളത്തെ പറ്റി ഓർക്കുമ്പോൾ ചമേലിക്ക് 100 നാവ്. When we started going to Kerala every winter, I used to go to Kovalam to see the sea. Then I tried to paint the sea, and also the coconut trees I have painted. പ്രശസ്ത ചിത്രകാരന്മാരായ നന്ദലാൽ ബോസിന്റെയും രാം കിങ്കർ ബൈജിന്റെയും ശിക്ഷണത്തിൽ ചമേലി ഏറെ അഭിമാനം കൊള്ളുന്നു. എ രാമചന്ദ്രനുമായുള്ള പ്രണയത്തെയും വിവാഹത്തെയും പറ്റിയും ചമേലിയുടെ ഓർമ്മകൾ ഇങ്ങനെ. We come from very different backgrounds, all right, but our views, our ideas, everything was same, no? So we had a very harmonious life together. പിതാവ് പ്രൊഫസർ താൻ യങ് ഷാൻ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഹൂനൻ പ്രവിശ്യയിൽ നിന്നുള്ള ആളായിരുന്നു. ചെയർമാൻ മാവോയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. കലാകാരന് മനുഷ്യനെ തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ് വേണ്ടതെന്നാണ് ചമേലിയുടെ നിലപാട്. My parents came from Hunan, Hunan province. Where I think most of the communist leaders hailed from, starting from Chairman Mao Zedong. In fact, my father and Chairman Mao Zedong studied in the same school. ചിത്രങ്ങളിലോ ശില്പങ്ങളിലോ കല ഒതുങ്ങുന്നില്ല, അത് ജീവിതം തന്നെയാണ്. ഒരു പൂ വിരിയുന്നതിൽ നിന്ന്, അതിൻ്റെ ഇതളുകളുടെ നിറഭംഗിയിൽ നിന്ന്, മഴമേഘങ്ങൾക്ക് കുറുകെ പക്ഷികളുടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടുള്ള പറക്കലുകളിൽ നിന്നൊക്കെ ഈ ജീവിതത്തെ സ്വാംശീകരിക്കുന്നുവെന്ന് ചമേലി.